അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുള്ളൂ. സംഭവമൊക്കെ ശരിയാണ്. പ്രഗ്നൻസി ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ അതിന് രോഗമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് അമ്മമാരും മുത്തശ്ശിമാരൊക്കെയാണ് പ്രസവം എടുത്തുകൊണ്ടിരുന്നത്. നാട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നില്ല, ഇവരെ ഹോസ്പിറ്റലിൽ പോയിട്ടാണോ? ഇങ്ങനെയൊക്കെയാണ് ഇത്തരക്കാരുടെ വാദം. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. 1990 ഏകദേശം 30 വർഷം മുമ്പ് ഇവർ ഈ പറഞ്ഞ പോലെ അമ്മയും മുത്തശ്ശിമാരൊക്കെ വീട്ടിൽ വെച്ച് പ്രസവം എടുത്ത ഒരു കാലം. ആ കാലത്തെ കണക്കും 2020 നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാതൃമരണ നിരക്ക്, അതായത് പ്രസവത്തിനിടയിലെ പ്രസവാനന്തരമായിട്ടുണ്ടാകുന്ന അമ്മയുടെ മരണനിരക്ക് വെച്ച് നോക്കുമ്പോൾ 1,550,000 മരണങ്ങൾ അന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് വെറും 1,100,000 മാത്രമായിട്ട് കുറഞ്ഞതിന്റെ കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രസവങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അക്യുപങ്ചർ ചികിത്സകരാണ്. അക്യുപഞ്ചറിൽ അങ്ങനെ പഠിപ്പിക്കുക. നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുത്, അല്ലാണ്ട് ഇത് പ്രസവം എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. ഈ വീഡിയോ തന്നെ ആള് പറയുന്നുണ്ട് ഇവർ പഠിക്കുന്ന സമയത്ത് ഒരു പ്രഗ്നൻസി പോലും നേരിട്ട് കാണേ അല്ല, ഇതിനെ പറ്റിയുള്ള കാര്യമായിട്ടുള്ള വിവരം പഠനമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇത്തരക്കാർ വീട്ടിൽ നിന്ന് പ്രസവം പ്ലാൻ ചെയ്യാണ്. അപ്രതീക്ഷിതമായിട്ട് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടായി, പോസ്റ്റ്മോർട്ടം ഹെമറേജ് വന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്, കുഞ്ഞ് വരാൻ വൈകിപ്പോയി, ബർക്കനാലിൽ സ്റ്റക്ക് ആയി പോയി, അഥവാ അതിന് പ്രൊലോങ്ഡ് ലേബർ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ലേബർ എന്നൊക്കെ പറയും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തത്, ഈ കുഞ്ഞ് വരാൻ വൈകുന്ന സമയത്ത് അല്ലെങ്കിൽ അധികം ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഫീറ്റൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ബർത്ത് ആസ്ഫിക്സിയ എന്നൊക്കെ പറയും. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് വരാൻ വൈകുന്ന സമയത്ത് നമ്മൾ എപ്പിസിയോട്ടമി പോലെയുള്ള പ്രൊസീജിയർ ചെയ്യും. ഇത് എന്താണോ എവിടെയാണോ എങ്ങനെ ചെയ്യുന്ന പോലും അറിയാത്ത ആൾക്കാർ അത് ചെയ്യാൻ പോകുന്നില്ല അല്ലേ? അപ്പൊ ഈ ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പം യോനിയുടെ ചുറ്റുഭാഗത്തും പിളർപ്പുണ്ടാകും, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പിളർപ്പുണ്ടാകും. അതിന് നമ്മൾ പെരിനിയൽ ടീർ എന്ന് പറയും. ഇത് വരാതിരിക്കാൻ വേണ്ടി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തത്, സാധാരണഗതിയിൽ കുഞ്ഞിങ്ങനെ തലഭാഗമാണ് താഴോട്ട് വരിക. ഇനി അതല്ല, അതിലൊരു ചേഞ്ച് വന്നു, ബ്രീച്ച് പ്രസന്റേഷൻ എന്നൊക്കെ പറയും. കാൽഭാഗത്തിന് അങ്ങനെ ഊരയുടെ കാൽഭാഗത്തോടെ താഴോട്ട് വരിക, അല്ലെങ്കിൽ തല ഒരു ഭാഗം അങ്ങനെ ചെരിഞ്ഞിട്ട് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തത്, കുഞ്ഞ് പുറത്തോട്ട് വന്നു, പ്ലാസന്റെ പുറത്തോട്ട് വന്നില്ല, അതവിടെ കുടുങ്ങിപ്പോയി. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്രതീക്ഷിതമായിട്ട് BP കൂടി, പ്രീ എക്ലാംസിയ പോലെയുള്ള കണ്ടീഷനിലോട്ട് പേഷ്യന്റ് പോയി. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് വളരെ ചുരുക്കം ചില കോംപ്ലിക്കേഷൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ അറിയിക്കണം.